അപ്പം നമുക്ക് പോമോഗ്രാനൈറ്റിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിന് മുമ്പ് ഞാൻ സാധനങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഈ പോമോഗ്രാനൈറ്റ് എല്ലാവർക്കും ഈ ജ്യൂസ് പെട്ടെന്ന് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് പോകുന്നത് കൊണ്ട് എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം ഞാൻ ഓൾറെഡി ചെയ്തു. രണ്ടാമത്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ മേൽഭാഗത്ത് ഈ ഞെട്ടുള്ള ഭാഗമില്ലേ, അതിന് കുറച്ച് മുകളിലായിട്ട് നമ്മൾ സവോളയൊക്കെ വരിയുന്ന പോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗം ഒന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുക്കൊരു ഭാഗം കാണുമല്ലോ, അതുകൂടി നമ്മൾ മുറിച്ച് കളയുക. വട്ടയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് കാണാം. അതായത് ഇതിനിങ്ങനെ വിഭജിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കാണാം. കണ്ടോ, 1 2 3 4 അങ്ങനെ. അപ്പം എന്നിട്ട് നമ്മൾ ഈ കത്തി ഉപയോഗിച്ച് ഈ ഭാഗങ്ങൾ കാണുന്ന ആ വെള്ള ചേർന്നുള്ള ഭാഗമില്ലേ, അതിനെ ഈ താഴോട്ട് വരഞ്ഞെടുക്കുക. ഈ താഴോട്ട് ഇതിനുള്ളിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ട് വരഞ്ഞെടുക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ വരഞ്ഞിട്ടുണ്ട്. ഇതിനെ നമ്മൾ നടുഭാഗം കളഞ്ഞില്ലായിരുന്നോ, അവിടം വെച്ച് പൊളിക്കുക. കണ്ടോ, അപ്പം നമുക്ക് ഇതിങ്ങനെ എന്ന് വെച്ചാൽ അകന്ന് കിട്ടും. ഒരല്ലി പോലും നമുക്ക് പോയിട്ടില്ല. കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തിനെ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ അല്ലി വേർതിരിച്ചെടുക്കുക. ഇങ്ങനെ പൊളിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് അല്ലി, അപ്പോൾ നമുക്ക് ആ വെള്ള ഇതുപോലും വരാതെ തന്നെ നമുക്ക് ചീത്ത അല്ലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളയാനും പറ്റും. ആ വെളുത്ത ഭാഗമൊന്നും ഇല്ലാതെ നമുക്കിത് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഇത് മുഴുവൻ എടുത്തതിന് ശേഷം നമുക്കൊരു പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഒന്ന് മൊത്തത്തിൽ കഴുകി ഈ ഇതിൻ്റെ മാതളത്തിൻ്റെ ഈ കുരുക്കൾ നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെളുത്ത അംശങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും നമുക്കത് റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവൻ അതുപോലെ ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് പോമോഗ്രാനൈറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 വലിയ മാതള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് പൊളിച്ചു, അതിനുശേഷം വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. എടുത്ത 2 മാതള നാരങ്ങ. മധുരത്തിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ പാനി എന്ന് പറഞ്ഞ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതില്ലെങ്കിൽ തേനോ പകരം പഞ്ചസാരയോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഹെൽത്തി ഡ്രിങ്ക് എന്നുള്ള രീതിക്കാണ് പഞ്ചസാര ഉപയോഗിക്കാത്തത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ പകരം തേനോ ഉപയോഗിക്കാം. അതിനുശേഷം വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ്. പിന്നെ ഒരു 5-8 നമ്മുടെ പുതിനയുടെ ഇല, മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പോമോഗ്രാനൈറ്റ് മാതള നാരങ്ങയുടെ ഈ സീഡ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം, ഒരു 5-8 അല്പം ഒന്ന് മാറ്റി വെക്കാം. നമുക്ക് അവസാനം അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. വളരെ ചെറിയൊരു കഷ്ണം മതി, ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടി മാത്രം ആ ഇഞ്ചി ചേർത്തു. ആദ്യം നമുക്ക് ഇതിപ്പോൾ 1 ടീസ്പൂൺ ആണുള്ളത്. നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് നോക്കാം. അത് പോരെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ചേർക്കാം. അതേപോലെ തന്നെ പുതിനയുടെ ഇല ഒരു 5-6 എണ്ണം ഇതിലേക്ക് ചേർക്കുക. ആദ്യം കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞ് ഫ്ലേവർ പോരാ എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇനി ഇത് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അടിച്ചെടുക്കട്ടെ. അതിനുശേഷം വെള്ളം വേണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചുകൊണ്ട് വരാം. അപ്പം
അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇത് ഗ്ലാസ്സിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ 2-3 മാതളനാരത്തിൻ്റെ കുരു ഒന്ന് കടിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരം നോക്കുക. ഞാനപ്പം മധുരം ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരല്പം മധുരം കൂടി ആകാം. അപ്പം ഞാൻ 1 ടീസ്പൂൺ കൂടെ മധുരം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ 1-2 ഒരു പുതിനയും കൂടെ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ ചേർക്കാം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പോമോഗ്രാനൈറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.